generally prefer to get into a Zoom and see it. I mean, to get into the YouTube and see it also. Okay. Because of which we have to also record this. So that's what Manoj was saying. I think you didn't know that we were having that need. Yeah. Sorry for that. I should have informed you earlier. No problem. So, Dr. Aravind, with your permission, we are going to start. Is that okay? Sure. Okay. So, ബഹുമാനപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും സ്വാഗതം. KDISCും ICT അക്കാഡമിയും സംയുക്തമായിട്ട് നടത്തുന്ന tedKERALA ഈവന്റിന്റെ 14ാമത്തെ എപ്പിസോഡാണിത്. എല്ലാ ആഴ്ചകളിലും ആയിട്ട് നമ്മൾ ഇത് നടത്താറുണ്ട്. ഇടയ്ക്ക് 1-2 ആഴ്ചകൾ മിസ്സായെങ്കിലും എല്ലാ ആഴ്ചയിലും നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സാങ്കേതിക വിദ്യ ജനാധിപത്യവൽക്കരിക്കുക, ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് KDISC ഈ tedKERALA മോഡലിൽ എക്സ്പേർട്സിനെ, പല മേഖലകളിലുള്ള എക്സ്പേർട്സുകളെ കൊണ്ടുവന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു വളരെ പ്രശസ്തനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഡോക്ടർ P.V Aravind. അദ്ദേഹം ഗ്രോണിംഗം നെതർലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എനിക്ക് തരേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. Dr. Aravind, full professor and chair of Energy Conservation, Energy and Sustainability Research Institute എന്ന ഡിപ്പാർട്ട്മെന്റ്, ഫാക്കൽറ്റി ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. He also leads the Negative Emissions Program at TU Delft. TU Delft എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി, പലർക്കും അറിയാവുന്നതാണ്. കേരളമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടാണ് TU Delft. അതിന്റെ നെഗറ്റീവ് എമിഷൻസ് പ്രോഗ്രാമിന്റെ മേധാവിയും കൂടാണ് അദ്ദേഹം. ഇൻഫാക്ട് ഈ പുതിയ റോളിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ അറ്റ് ദി പ്രോസസ് ആൻഡ് എനർജി ഡിപ്പാർട്ട്മെന്റ്, ഫാക്കൽറ്റി ഓഫ് മെക്കാനിക്കൽ മാരിടൈം ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് എന്ന ഡിപ്പാർട്ട്മെന്റ് TU ഡെൽഫിന്റെ കീഴിലുണ്ട്. അതിന്റെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു. His areas of expertise are mainly fuel cells, energy engineering and environmental impact of energy. He is a member of International Energy Agency, Solid Oxide Cells Annex, and is closely connected with the International Energy Agency Task 13 and Hydrogen in Maritime Transport. He was a visiting faculty member at Imperial College London, and he has taught for several years at the Technical University Munich in Germany as a visiting academician. So, climate change-മായി ബന്ധപ്പെട്ട എന്നാൽ ലോകത്തിന് വേണ്ടുന്ന എനർജിക്ക് ആവശ്യമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠനം നടത്തുകയും റിസർച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി. ഇന്നത്തെ ഒരു വളരെയധികം കാലിക പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അദ്ദേഹം റിസർച്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾസും അതുപോലുള്ള എന്താണ് പറയുക
നോൺ കൺവെൻഷണൽ ഫ്യൂവൽ സോഴ്സസിലോട്ട് നമ്മുടെ ലോകം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള റിസർച്ചുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായി സമയം കണ്ടെത്തിയ ഡോക്ടർ പി വി അരവിന്ദിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ് സർ, ആൻഡ് വി ഓൾസോ നോ ദാറ്റ് യു ആർ ഹിയർ വിസിറ്റിംഗ് for a while and you had some issues when we scheduled this last time, but thank you so much for still finding time and coming with us. ഡോക്ടർ അരവിന്ദിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം കേരളീയനാണ്, കണ്ണൂരാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ സംവാദിക്കാൻ അദ്ദേഹം TU ഡെൽഫിൻ്റെതായ രീതിയിലുള്ള ഇംഗ്ലീഷ് ശൈലിയിലാവില്ല, കുറച്ച് മലയാളം കൂടെ കലർത്തി, ഇംഗ്ലീഷും മലയാളം കൂടെ കലർന്ന രീതിയിൽ സംസാരിക്കാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. സോ വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇന്നോവേറ്റേഴ്സിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത് എന്നുള്ള ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ സശ്രദ്ധം കേൾക്കുക. അതിന്റെ തുടർച്ചയായിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഒരു Q&A സെഷനും അദ്ദേഹത്തിന് സമയമുണ്ട്. അപ്പം എല്ലാവിധ ചോദ്യങ്ങളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ മടിക്കരുത്. അതിനുള്ള എല്ലാത്തിനുള്ള ഉത്തരങ്ങളും ഡോക്ടർ അരവിന്ദിന്റെ ഉണ്ടാവും. ഇല്ലാത്ത ഉത്തരങ്ങൾ ഞങ്ങൾ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഇന്ന് സമയം കിട്ടുന്ന പോലെ കണ്ടെത്തി നിങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ്. So with that few words, thanks once again participants for coming over, and over to you Dr. Aravind for your session. Thank you very much for the invitation and for the nice introduction. So today in the present in the discussion nammal negative emission technologies aanu. അപ്പം നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് എന്താണ്, അവ എന്തൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ്, എന്താണ് നമ്മളുടെ പോലെയുള്ള സ്ഥലങ്ങളിൽ, കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ പ്രാധാന്യം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് ഞാൻ വർക്ക് ചെയ്യുന്നത് TU ഡെൽഫിന് ഒരു ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TU ഡെൽഫിന് ഒരു നെഗറ്റീവ് എമിഷൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതൊരു ഇന്റർ ഫാക്കൽറ്റി പ്രോഗ്രാമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രോണിങ്ങിൽ നിന്നും പല അക്കാഡമിക്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊരു 10-30-40 അക്കാഡമിക്സ് ഉണ്ട്. ഇന്ത്യൻ IIT ഡൽഹി, പിന്നെ IAC ഉണ്ട്, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയൊരു പ്രോഗ്രാമാണ്. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് വേണ്ടി വരുന്നത്? വൈ ഡു വി നീഡ് നെഗറ്റീവ് എമിഷൻ ടെക്നോളജി? സോ വി നോ ദാറ്റ് ദെർ ആർ ചേഞ്ചസ് അറൗണ്ട്, റൈറ്റ്? സോ നമ്മൾ വരൾച്ചയെ പറ്റി പല സ്ഥലത്ത് കേൾക്കുന്നു. പിന്നെ നമ്മൾ ഫ്ലഡ്സ്, വെള്ളപ്പൊക്കത്തെ പറ്റി നമുക്ക് മലയാളികൾക്ക് ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. അതേപോലെ ഐസ് മെൽറ്റിംഗ് പ്രോബ്ലംസ് നമുക്കറിയാം. പക്ഷെ ഇത് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല. സോ വലതുവശത്ത് ഏറ്റവും താഴെയുള്ള ഫോട്ടോ TU ഡെൽഫ്റ്റിന്റെ ഞങ്ങളുടെ ലാബറട്ടറിയാണ്. സാധാരണ ഇല്ലാത്ത പോലെ പെട്ടെന്ന് വല്ലാതെ മഴ പെയ്തപ്പോൾ ഒരു ദിവസം ലാബില് വലിയ തോതിൽ ചോർച്ചയുണ്ടായി. ആ ഫോട്ടോയെ കാണുന്നത് ധാരാളം ലാബ് എക്യുപ്മെന്റ്, ടെസ്റ്റ് സ്റ്റേഷൻസ് ഒക്കെ കേടായി പോവുകയും ചെയ്തു. അപ്പൊ ഇത് പ്രശ്നങ്ങൾ ലോകത്തെല്ലായിടത്തും വരുന്നുണ്ട്. അതായത് ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അത് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ്സ് ഇൻക്രീസിങ് ആൻഡ് ദാറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ഇത് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദ ഫ്രീക്വൻസി ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അത് ഇനിയും വരുന്ന വർഷങ്ങളിൽ കൂടാം. സോ അത് ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു പ്രശ്നമായിട്ട് മാറാം. അത് എല്ലാവരെയും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരെയും അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് താഴെയായിട്ട് നിർത്തിയേ പറ്റൂ. അത് 4 ഡിഗ്രി സെൽഷ്യസിനൊക്കെ മുകളിലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള രീതിയിൽ മനുഷ്യർക്ക് ഭൂമിയിൽ താമസിക്കാൻ പറ്റുമോ, സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ഗ്ലോബൽ വാർമിംഗ് നിർത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് സയന്റിസ്റ്റുമാർ മാത്രം പറയുന്നതല്ല. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. So now you have heard of Nature, right? Nature is one of the most famous scientific journals. Appo Nature 2018 February Nature came up with an editorial about negative emissions. So let me just read out from so Nature endana parnennu vechala
So 2015 Paris Agreement gave politicians an answer: negative emissions. Technology to reduce the amount of carbon already in the atmosphere will buy society valuable time. IPCC is now working on a report on strategies to keep warming to under 1.5 degrees Celsius, which is due to be published later this year. This is already published in 2018. About the 2018 beginning in the report. By necessity, those strategies will lean heavily on negative emissions. Scientists must continue to spell out to policymakers the harsh reality of what this would involve, and in the strongest possible terms. This is nature പോലെയുള്ള വളരെ പ്രശസ്തമായ ലോകത്തിലെ ഒരു പക്ഷേ ഏറ്റവും പ്രശസ്തം എന്ന് തന്നെ പറയാവുന്ന ഒരു സയന്റിഫിക് ജേണലിലെ എഡിറ്റോറിയലിൽ വന്ന ഒരു പാരഗ്രാഫാണ്. അപ്പൊ അത് എത്രമാത്രം സയന്റിഫിക് കമ്മ്യൂണിറ്റി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് സയൻസ് മാത്രം പോരാ, സയന്റിസ്റ്റ് മസ്റ്റ് കണ്ടിന്യൂ ടു സ്പെൽ ഔട്ട് ടു ദ പോളിസി മേക്കേഴ്സ്, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതും ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒരു പക്ഷേ നെക്സ്റ്റ് 10 to 20 ഇയേഴ്സിലാണ് ഫ്രീക്വൻസി ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇപ്പൊ കൂടി വരുന്നുണ്ട്. Maybe even within 10 years, if things get out of control, we need a plan. So സാധാരണഗതിയിൽ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത ലാബ് ടു മാർക്കറ്റ് ഒക്കെ വരുന്ന ഒരു 15-20 ഇയേഴ്സിനൊക്കെയാണ്. അപ്പം നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രേ സമയമുള്ളൂ. So we don't have time to first start with research, get some technology developed, and then talk to industry and politicians, etc. But we have to do ഇതെല്ലാം നമ്മൾ പാരലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. So next slide, please. So there are many negative emission technologies. ഈ ലിസ്റ്റ് ഉണ്ട്. ഞാൻ മുഴുവൻ വെറുതെ റീഡ് ഔട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മളൊരു 30-minute പ്രസന്റേഷൻ അല്ലേ. ഡയറക്റ്റ് എയർ ക്യാപ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നേരിട്ട് അബ്സോർബ് ചെയ്യാം, എന്നിട്ട് അത് കൺവേർട്ട് ചെയ്യാം. പിന്നെ എൻഹാൻസ് വെതറിംഗ് എന്ന് പറയുന്നത്, അത് റോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ CO2 അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചില മെത്തേഡ്സ് ആണ്. അതേപോലെ എൻഹാൻസ്ഡ് ഓഷ്യൻ പ്രൊഡക്ടിവിറ്റി, അല്ല ഓഷ്യനിലെ ബയോളജിക്കൽ ഗ്രോത്ത് കൂടുക. ബയോളജിക്കൽ ഗ്രോത്ത് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നത് അഫോറസ്റ്റേഷൻ, റിഫോറസ്റ്റേഷൻ. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വളർത്തുക. മരം വളരുമ്പോൾ നമുക്ക് മരം അത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. അത് സർവൈവ് ചെയ്യുന്നിടത്തോളം കാലം ആ കാർബൺ അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ കുറെ കാർബൺ വേരൊക്കെ വഴി ഭൂമിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം അഫോറസ്റ്റേഷൻ ആണ് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. ഒരു 30 to 40 years നമുക്ക് ഒരു മരം വളർന്നു കഴിഞ്ഞാൽ 30 to 40, 50, 60, 70 years ഒക്കെ കിട്ടും. ആ സമയം വളരുന്ന മരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ, ആ തടിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ അവിടെ തന്നെ നിൽക്കും. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് അത് കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് മാറിയിട്ട് കാർബൺ അവിടെ തന്നെ നിൽക്കും. അപ്പൊ അത് ഒരു നെക്സ്റ്റ് 40-50 years എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു പക്ഷേ വളരെ ലാർജ് സ്കെയിൽ നമുക്ക് റിന്യൂവബിൾ എനർജി, ലോകത്തിലെ എല്ലാ ഫോസൽ ഫ്യൂവൽ പവർ പ്ലാന്റുകളും ഒരു പക്ഷേ മാറ്റിയേക്കാൻ, നമുക്ക് സസ്റ്റൈനബിൾ ഫ്യൂവൽസ് ഷിപ്പിങ്ങിനും അല്ലെങ്കിൽ ഈവൻ എയർക്രാഫ്റ്റ്സിന് പോലും ഒക്കെ വന്നേക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തേക്ക് ഒരു 30, 40, 50 years, ആ സമയമാണ് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്. നമ്മുടെ ഭൂമിയുടെ ഭാവി, ഈ ഭൂമിയിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ ആ ഒരു സമയത്തേക്ക്, ആ ഒരു പീരീഡിലേക്ക് കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ ധാരാളം സഹായിക്കും. പിന്നെ മരങ്ങൾ ധാരാളം വളർത്തുമ്പോൾ അതിൻ്റെ കൂടെ ബയോ എനർജി പ്രോഗ്രാംസ് ഉണ്ടാവാം. ആ ബയോ എനർജി പ്രോഗ്രാംസ് അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയിട്ട് അത് ബയോ എനർജിക്ക് യൂസ് ചെയ്തിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന അതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടല്ലോ, അതിൽ ധാരാളം സ്റ്റീം അല്ലെങ്കിൽ CO2 ഉണ്ടാവും. അത് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CO2 കിട്ടും. ആ CO2 നമുക്ക് പല സ്ഥലങ്ങളിലും അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് CO2 സ്റ്റോർ ചെയ്ത്, അതും ഒരു നെഗറ്റീവ് എമിഷൻ ടെക്നോളജിയാണ്. അല്ലെങ്കിൽ നമുക്ക് മരം ഉപയോഗിച്ച് ബിൽഡിംഗ് വിത്ത് ബയോമാസ്, അപ്പോഴും 30 to 40, മേ ബി 100 years അത് കാർബൺ ഫിക്സ്ഡ് ആവും, ലോക്ക്ഡ് ആവും. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിനെല്ലാം ഈ ബയോചാർ, കാർബൺ, അതായത് നമ്മളുടെ ഓർഗാനിക് അഗ്രികൾച്ചർ വേസ്റ്റ് എന്നൊക്കെ നമുക്ക് അതില് കുറെ കാർബൺ ഉണ്ട്. ആ കാർബൺ സെപ്പറേറ്റ് ചെയ്ത് അത് നമുക്ക് മണ്ണിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴും ഈ മരം അല്ലെങ്കിൽ ചെടികളൊക്കെ വളരുമ്പോൾ CO2 അബ്സോർബ് ചെയ്യപ്പെടുന്നു. അത് നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുമ്പോൾ തിരിച്ച് CO2 ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോവാതിരിക്കുമ്പോൾ അത് ഒരു നെഗറ്റീവ് എമിഷൻ ടെക്നോളജി ആവും. അപ്പം അങ്ങനെ പല ടെക്നോളജികളുണ്ട്. നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് അണ്ടർ ഡെവലപ്മെന്റ് ആണ്. ചിലതൊക്കെ ഈസി ടു സ്റ്റാർട്ട് ആണ്. അപ്പം ഫോറസ്റ്റേഷൻ,
അല്ലെങ്കിൽ റിഫോറസ്റ്റേഷൻ. അപ്പൊ ഈ നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നെഗറ്റീവ് എമിഷൻ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ മാത്രമല്ല ഈ ടെക്നോളജികളെ പറ്റി ആലോചിക്കുന്നത്. നമുക്കിപ്പോൾ കാർബൺ ന്യൂട്രലിറ്റി പ്രോഗ്രാം, കേരളത്തിലാണെങ്കിൽ നമ്മൾ കാർബൺ ന്യൂട്രൽ വയനാട് പ്രോഗ്രാമിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ എമിഷൻ കുറയ്ക്കാൻ പറ്റും. എമിഷൻ കുറയ്ക്കാനുള്ള LED ബൾബ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് കുക്ക് സ്റ്റൗസ് ഉപയോഗിക്കുക. പക്ഷേ എങ്കിലും കുറേ എമിഷൻ അപ്പോഴും ബാക്കി നിൽക്കും. അപ്പോൾ അത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് ഓൾറെഡി നമുക്ക് ഉപയോഗിക്കാം. അഫോറസ്റ്റേഷൻ ഇപ്പം വയനാട്ടിലൊക്കെ ചെയ്യുന്ന അത് വലിയ തോതിലുള്ള മരം വളർത്തലാണ്. അത് അഫോറസ്റ്റേഷൻ എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഡെഫിനിഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചും കോഫി ഫാംസിൽ ഷെയ്ഡ് കോഫി ഫാംസിലേക്ക് മാറ്റുക. അപ്പം അത്തരം ഷെയ്ഡ് കോഫി ഫാംസ് ഒക്കെ നമുക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അഗ്രോ ഫോറസ്ട്രി എന്നുള്ള ഡെഫിനേഷനിലൊക്കെ പെടുത്താം. അങ്ങനെയാണ് അഫോറസ്റ്റേഷൻ പറയുന്നത്, തെറ്റില്ല. പക്ഷെ ലാർജ് സ്കെയിൽ ട്രീ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷൻസിൽ സാധാരണ കോഫി ഷെയ്ഡ് കോഫിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതുവഴി അപ്പോൾ ഈ വളരുന്ന മരങ്ങളിൽ so carbon will be stored and that will probably help us to achieve carbon neutrality. This should be in addition with all other efforts to minimize emissions. ഒരു പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ so there should be additional technical measures. അപ്പോൾ ഇതാണ് ജനറലി ലിസ്റ്റ് ഓഫ് നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് വേണ്ടി വന്നേക്കാവുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്ന് തോന്നാം. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ തന്നെ ടെക്നിക്കലി പോസിബിൾ ആണെങ്കിൽ പോലും ഇതെല്ലാം എക്കണോമിക്കലി വയബിൾ ആണ്. അപ്പൊ എക്കണോമിക്കലി വയബിൾ ആവണമെങ്കിൽ നമുക്ക് ഒരു വെൽ ഡെവലപ്ഡ് ടെക്നോളജി പാക്കേജ് വേണം. ഇപ്പൊ മരം വളർത്തുകയാണെങ്കിൽ മരം അവിടെ നിൽക്കുന്നു എന്ന് എങ്ങനെ ഉറപ്പ് വരുത്താം? അതിന് നമുക്ക് റിമോട്ട് സെൻസിങ് വേണം. സോ വി ആർ ആക്ച്വലി വർക്കിംഗ് വിത്ത് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. TCS ഓൾറെഡി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ബയോചാർ പ്രൊഡക്ഷൻ, അത് പ്രോസസ് എഞ്ചിനീയറിംഗ് വേണം. അത് എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ? ഇപ്പൊ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കോമ്പിനേഷൻ പ്രോസസ് എഞ്ചിനീയറിംഗ് വേണം. ബയോഎനർജി വിത്ത് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്, ഇറ്റ്സ് ആക്ച്വലി തെർമൽ എഞ്ചിനീയറിംഗ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. ബിൽഡിംഗ് വിത്ത് ബയോമാസ്, അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് വരും. അങ്ങനെ പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെയും അതുപോലെ സയന്റിസ്റ്റുകളുടെയൊക്കെ ഒരുമിച്ചുള്ള എഫേർട്സ്, കമ്പൈൻഡ് എഫേർട്സ് അത്യാവശ്യമാണ് ഇത്തരം കാര്യങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So what we do, Climate Institute Negative Emissions Program, so we are actually setting up research and develop programs to define and develop scientific knowledge, scientific tools, and technological solutions necessary for reversing the increase of atmospheric emissions. So a problem of this nature needs global partnerships to find solutions. Okay, next slide, please. Okay, so then we are actually building up a Wayanad partnership. So this might be interesting to many of you. And why Wayanad? So Shade Coffee, Government of Kerala, President Finance Minister ഒക്കെ നേതൃത്വം കൊടുത്ത നടപ്പിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുമ്പോഴും ഷെയ്ഡ് കോഫി കൺവേർഷനൊക്കെ പോകുമ്പോൾ ഫാമർ ഫസ്റ്റ് അപ്രോച്ച് ആണ്. അവർക്ക് എന്ത് ചെയ്യുമ്പോഴും ഫാമേഴ്സിന് ഇൻകം കൂടണം. ഇപ്പം മരം വളർത്തുന്നത് തന്നെ വരുമാനമുള്ള മരങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് ഫാമേഴ്സിന് അഡീഷണൽ ഇൻകം ആയി വരുന്ന രീതിയിലാണത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രീ ബാങ്കിങ് പ്രോഗ്രാം ഒക്കെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഇനാഗുറേറ്റ് ചെയ്തിരുന്നു. പിന്നെ എമിഷൻ റിഡക്ഷൻ എഫേർട്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പല എമിഷൻ റിഡക്ഷൻ എഫേർട്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ക്ലൈമറ്റ്, കോഫി, വെൻ വി ടോക്ക് അബൌട്ട് കോഫി പ്ലാന്റ്, ഫോറസ്റ്റേഷൻ, ഫുഡ്, അതിനിടയ്ക്ക് നമ്മൾ പ്ലാവാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ജാക്ക് ഫ്രൂട്ട്, ചക്ക കിട്ടാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഫുഡ് സൊല്യൂഷൻ, എനർജി സൊല്യൂഷൻസ് ഉണ്ട് അതിൽ. മാത്രമല്ല ഫോറസ്റ്റേഷനൊക്കെ ഒരു പക്ഷേ സോയിൽ കാർബൺ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് വാട്ടർ മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും, ഡ്രോട്ട് പ്രിവെൻഷന് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈവൻ സോയിൽ സ്റ്റെബിലിറ്റി പോലും, നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ആണല്ലോ നമുക്ക് കണ്ടമാനം ധാരാളം ആൾക്കാർ എല്ലാ വർഷവും മരിക്കാൻ കാരണമാവുന്നത്. അത് പ്രത്യേകിച്ചും ശക്തമായ മഴയൊക്കെ വരുന്നതുകൊണ്ട് കൂടിയുള്ള ഉരുൾപൊട്ടൽ, അതൊക്കെ ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാകാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ ഇത്തരം പ്രോഗ്രാംസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ TU ഡെൽഫ്റ്റ് നമ്മൾ 2 ജോയിന്റ് വർക്ക്ഷോപ്സ് ഓൾറെഡി ഓർഗനൈസ് ചെയ്തു. ഫസ്റ്റ് വൺ 2019 വയനാട്ടില് കേരളത്തിലെ ഒന്നിലധികം ശാസ്ത്ര സ്ഥാപനങ്ങളിലെ സയന്റിഫിക് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ലീഡേഴ്സ്, പിന്നെ ഒന്നിലധികം മിനിസ്റ്റേഴ്സ്, പല സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ IIT ഡൽഹി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ,
MS Swaminathan Research Foundation. അപ്പോൾ ആദ്യത്തെ വർക്ക്ഷോപ്പ് MS Saraf വെച്ചിന്റെ വയനാട്ടിലെ ഓഫീസിൽ വെച്ചാണ് നടന്നത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ധാരാളം സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. The partnership, why this partnership? Sharing best practices. There are similar efforts as elsewhere. So there are similar efforts, say circularity also in Groningen, in Netherlands, and there are similar efforts in many other countries. So it's very important to share the best practices. Tackling the scientific problems together. So global solutions need to emerge 10 to 20 years. അതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള സമയം. ഒരു പക്ഷേ വിത്തിൻ 10 to 20 years we may need to act. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഒരു കോക്രിയേഷൻ മോഡലായിരിക്കണം. അത് ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാരുമായിട്ട്, അതിപ്പോൾ ഫാമേഴ്സ് ആണ് ഫാമേഴ്സ്, പവർ പ്ലാന്റ് എഞ്ചിനീയേഴ്സ് ആണ് പവർ പ്ലാന്റ് എഞ്ചിനീയേഴ്സ്, ഇവരോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യണം. കാരണം അത് വളരെ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. And societal changes to be supported by hard science and technical interventions, a cost worthy enough. Global partnerships are needed. ആ ലോജിക്കിന്റെ അത്തരം ഒരു ആലോചനയുടെ പുറത്താണ് ഈ ഒരു പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്നിലധികം പാർട്ണർഷിപ്സ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇതിൽ സ്റ്റുഡൻസിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ അതിലൊരു ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ സ്റ്റുഡൻസ് ഒരു പൈറോളിസിസ് സ്റ്റൗ. ഈ പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 10ഓളം നെഗറ്റീവ് എമിഷൻ ടെക്നോളജീസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ലിസ്റ്റ് ചെയ്തതിൽ ഒന്നാണ് ബയോചാർ. ബയോചാർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബയോമാസ് എടുത്തിട്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ബയോചാർ എങ്ങനെ ഉണ്ടാക്കി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീപ്പെട്ടിക്കൊള്ളി എടുക്കുക. തീപ്പെട്ടിക്കൊള്ളി ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് കത്തുമ്പോൾ ഒന്ന് ഊതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്ത് കറുത്ത ഒരു ഭാഗം കാണാം. ആ കറുത്ത ഭാഗം എന്ന് പറയുന്നത് ബയോചാറാണ്. അതായത് ഇൻസഫിഷ്യന്റ് ഓക്സിജനില് നമ്മൾ ബയോമാസിനെ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ വോളറ്റൈൽസ് ഒക്കെ സെപ്പറേറ്റഡ് ആവും. അതിനുശേഷം ബാക്കിയുള്ളത് ചാറാണ്, കാർബൺ. അപ്പൊ ഈ തീപ്പെട്ടിക്കൊള്ളി അത് ഒരു മരം ഉപയോഗിച്ചിട്ടാണല്ലോ, തടി ഉപയോഗിച്ചിട്ടാണല്ലോ ഒരു പക്ഷേ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ടാവും, ബയോമാസ് ഉപയോഗിച്ചിട്ടില്ല. ആ ബയോമാസ് ഫോം ചെയ്യുമ്പോൾ അത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ മരം വളരുന്നത്, അല്ലെങ്കിൽ ഈ ചെടി വളരുന്നത്. അത് ആ കാർബൺ തീപ്പെട്ടിക്കൊള്ളിയിലേക്ക് വരുന്നു. തീപ്പെട്ടിക്കൊള്ളിന്റെ മാതിരി കത്തിച്ചിട്ട് നമ്മളൊന്ന് ഊതിക്കെടുത്തി കഴിഞ്ഞാൽ അതിൽ കറുത്ത ആ ഭാഗം ഉണ്ടാവുന്നു. അത് ധാരാളം കാർബൺ ആണ്. അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ബയോചാർ. വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഓഫ്കോഴ്സ് തീപ്പെട്ടിക്കൊള്ളി എന്നല്ല, അതിന് കുറച്ചുകൂടെ നമ്മൾ പല രീതിയിൽ നമുക്ക് ചെറിയ സ്കെയിലിൽ കുക്ക് സ്റ്റൗസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ചാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ പ്ലാന്റുകൾ വെച്ചിട്ട് നമുക്ക് ബയോചാർ ഉണ്ടാക്കാം. എല്ലാ രീതിയിലുള്ള എഫേർട്സും വരുന്നുണ്ട്. വലിയ വലിയ പ്ലാന്റുകൾ, ബയോചാർ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെറിയ വീട്ടിലെ നമ്മളുടെ പൈറോളിസിസ് സ്റ്റൗ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗവിൽ തന്നെ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പക്ഷേ വീട്ടിൽ തന്നെ ബയോചാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ബയോചാർ മണ്ണിൽ മിക്സ് ചെയ്താൽ കാർബൺ മണ്ണിലേക്ക് പോകുന്നത് മാത്രമല്ല അതിന്റെ മെച്ചം എന്ന് പറയുന്നത് ഈ കാർബണില്, സോ ദിസ് ഈസ് വെരി പോറസ്, സോ ഇറ്റ് ക്യാൻ ഹോൾഡ് വാട്ടർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ടർ ബട്ട് ആൾസോ ന്യൂട്രിയൻസ്. അപ്പൊ നമുക്ക് ഈ ബയോചാർ മണ്ണിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിൽ വെള്ളത്തിനെ പിടിച്ചു നിർത്തും. അത് ഫാമേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. സോ അങ്ങനെ ബയോചാർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ വി മൈറ്റ് ഹാവ് ടു സ്റ്റാർട്ട് മേ ബി എ കൊമേഴ്സ്യൽ പ്ലാന്റ്, ലാർജ് സ്കെയിൽ. It's not very easy, but if you actually have pyrolysis stoves, then it might be actually easier. അങ്ങനെ ഒരു സ്റ്റൗ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ട്യൂഡൽഫിലെ സ്റ്റുഡൻസ്, അവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനി, ഒരു എക്സാമ്പിൾ അതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത്. വീഡിയോ സൗണ്ട് ഇല്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. Wood pieces that you find laying around, and even coconut. Hi there, and this is a Pyropower Cook Stove how-to video. Let's get started. First, add biomass as fuel into the chamber. You can use wood pellets, wood pieces that you find laying around, and even coconut husks. Basically, you can use any type of dry organic waste that is locally available.
Next, pour a little ignition fluid on top of the biomass to get the fire started. Alternatively, you can add cardboard or paper pieces to start the fire. Then, after the fire has started, you should wait 1 to 2 minutes for the flame to rise towards the holes at the top. This is what we call the flame cap. And there you go. You have now created a clean, smokeless flame. After putting on the cooktop, you can now begin to cook. Enjoy! Normally, the flame will start by itself once all the fuel is used up. The cook time depends on the biomass you use. Usually, for about 2 kilos of wood pellets, you get 2 to 3 hours of cooking time. Here, we are showing you how to stop the fire before the biomass has run out. You do this by simply blowing into the inner chamber from the top and breaking the flame cap. When the biomass is still hot, it is important to pour it into an airtight container to enclose it to let it rest. The byproduct will be biochar. What is biochar? Well, it is a stable form of charcoal made from biomass. It is rich in carbon and can endure in soil for thousands of years. When used as a soil amendment, biochar increases soil fertility and agriculture productivity. We hope you've enjoyed the simple how-to video of the PyroPower cook stove. Please do visit our website for more information and future updates. Okay, thank you. Let's go back to the slide. Let's go back to the slide. Yeah, 1 second. Hello? Yes, sir. 1 second. 1 second. Okay, no problem. Okay, so this is one example. So we haven't yet brought these stoves to Wayanad, but we also have similar stoves from India. There are stoves, we are actually from Professor Mugunda's team is also developing high efficiency stoves. Professor Mugunda was the chairman of aerospace engineering at Indian Institute of Science, and the team is also working closely with, and some of these stoves are already in Kerala. So efficient stoves, biochar producing stoves, etc., will probably help in achieving carbon neutrality in regions such as Wayanad. Okay, that's an example where students could contribute. But we see TUDEL students, so they have a company, so they have a startup company, and they're actually now trying to market this in Africa with joint ventures. But other similar efforts, okay, but students other example, in a group of students, again from TUDEL, they are actually working with MBOM. MBOM is an organization supporting also Kerala government in establishing a carbon neutral coffee park in Wayanad. And they actually have come up with a design for coffee kiosks. Wayanad Kapi aayittu adu market cheyan vendite. And carbon neutral coffee ennu paranju kayinjal adinoru demand undu. അപ്പം നമ്മൾ ഇപ്പം കേരളത്തിലെ പോലെ ഇതേപോലെ ഒരു ഇനിഷ്യേറ്റീവ് നടന്ന സ്ഥലമാണ് കോസ്റ്റാറിക്ക. കോസ്റ്റാറിക്കയിൽ അവരുടെ ഫാമേഴ്സ് യൂണിയൻ ഒരു 10-20ഓളം ഓർഗനൈസേഷൻസ് ഗ്ലോബലി നോൺ യൂണിവേഴ്സിറ്റീസ് സച്ച് ആസ് യേൽ അല്ലെങ്കിൽ മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടും അവിടെ തന്നെ കോസ്റ്റാറിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടും കമ്പനികളുമായിട്ടും യൂറോപ്പിലെ ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു മേജർ എഫേർട്ട് കൂടി അവർ കാർബൺ ന്യൂട്രൽ കോഫി, ഇതിപ്പോ നമ്മൾ കാർബൺ ന്യൂട്രൽ റീജിയൻ ആണ് നോക്കുന്നത്, പക്ഷെ അവർ കാർബൺ ന്യൂട്രൽ കോഫി ടാഗ് അച്ചീവ് ചെയ്തു. അതിനുശേഷം അങ്ങനെ കാർബൺ ന്യൂട്രൽ കോഫി ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നു.
വിത്ത് എ പ്രീമിയം. അപ്പൊ അതേപോലെ നമുക്ക് ഇപ്പം കാർബൺ ന്യൂട്രൽ റീജിയൻ എന്നുള്ള കോഫി എന്ന നിലയ്ക്ക് അത് മാർക്കറ്റ് ചെയ്യാനും, അത് കേരളത്തിൽ തന്നെ മലബാർ കാപ്പിയായിട്ട് എനർജി എഫിഷ്യൻറ്റ് പ്രോസസ്സ് കൂടി അത് വിതരണം ചെയ്യാനൊക്കെയുള്ള ഒരു കിയോസ്ക് ഡിസൈൻ ചെയ്തത്. അതേപോലെ TUDFിലെ മാനേജ്മെന്റ് സ്റ്റുഡൻസ് അവർ എംബിയോമിന്റെ കൂടെ വർക്ക് ചെയ്ത് ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഈ മരം വളരുന്നു. ഈ മരം വളരുമ്പോൾ സോ ഇഫ് യു ഹാവ് sort of farm forestry with coffee plantations, so if farmers trees plant ചെയ്ത് കഴിഞ്ഞാൽ, so it should be helpful for them also. So വളരുന്ന മരങ്ങളുടെ ഗ്രോത്ത് നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു കൊളാറ്ററലായിട്ട് വെച്ചിട്ട് നമുക്ക് ഫാമേഴ്സിന് ഒരു പക്ഷേ ലോൺ എടുക്കാൻ പറ്റും. അങ്ങനെ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മരം വളരുന്നു എന്നുള്ളത് അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് ആ ഡാറ്റ അത് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്താണോ അത് ബാങ്കിലേക്കൊക്കെ കൈമാറുകയും ചെയ്യണം. അപ്പൊ അത് ബാങ്കിന് അതൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക പല ആംഗിളിൽ നിന്ന്. ആ ഫോട്ടോഗ്രാഫ്സും പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്ത് ഈ വളരുന്ന മരങ്ങൾ അത് മോണിറ്റർ ചെയ്യാനുള്ള ടെക്നോളജി അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് ബാങ്കിന്റെ ഒരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് റെഗുലറായിട്ട് മൊബൈൽ ഫോൺസിൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകൾ വഴി അതിന്റെ ഗ്രോത്ത് അഷ്വർ ചെയ്യാനും, അപ്പൊ അത് ഉപയോഗിച്ച് ഫാമേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കാനും ഒക്കെയുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അവരുടെ ഇന്നോവേഷൻ ലാബ് ഇൻ ബാംഗ്ലൂർ, അതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെ പല ആക്ടിവിറ്റീസും സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും. അത് എല്ലാം വളരെ ഹൈടെക് സൊല്യൂഷൻസ് ആവേണ്ട, ചിലത് ഹൈടെക് ആവാം, ചിലത് ലോടെക് ആവാം. പക്ഷെ ഇത്തരം പല ഇന്റർവെൻഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത്തരം ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ കൂടെ, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ ഒരു സെന്റർ ഫോർ എനർജി ആൻഡ് എൻവയോൺമെന്റ് ഉണ്ട്, ഞാൻ അതിന്റെ അഡ്വൈസർ കൂടിയാണ്. അപ്പം അവിടെയൊക്കെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് പൊതുവെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയും അതേസമയം ലോകത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളും ഇൻക്ലൂഡിങ് IITs, IISc ഒക്കെയുള്ള സപ്പോർട്ടോട് കൂടി ഇത്തരം പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ചുകൂടെ നമ്മളുടെ നാട്ടിലെയൊക്കെ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി കുറെ കൂടി ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണെങ്കിൽ ഇപ്പൊ നെതർലാൻഡ്സ് ഇറ്റ്സ് എ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി. അപ്പൊ അതില് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഗ്രോണിങ്ങനില്. അവിടെ പണ്ട് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറോപ്പിന്റെ നാച്ചുറൽ ഗ്യാസ് ഹബ്ബാണ്, ഫസ്റ്റ് ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ഇൻ യൂറോപ്പ്. അപ്പൊ അവിടെ അത് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്താൻ പോവാണ്. അപ്പൊ അതിന് പകരം അത് ഹൈഡ്രജൻ ഹബ് ഓഫ് യൂറോപ്പ് എന്ന് മാറാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒഫീഷ്യലി നൗ ഫോർമലി ഇറ്റ്സ് നൗ ഫസ്റ്റ് ഹൈഡ്രജൻ വാലി ഓഫ് യൂറോപ്പ്. അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അതിനെല്ലാം കൂടെ തന്നെ ഒരു സർക്കുലാരിറ്റി പ്രോഗ്രാം, അതായത് കാർബൺ ന്യൂട്രാലിറ്റി പോലെ പ്രോഗ്രാം, എല്ലാം സർക്കുലർ ഇക്കോണമി ആവുക, ഒരു പ്രോഗ്രാം അവിടെ ഒരു ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് റീജിയൻ എങ്ങനെ നടത്തും നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So there again, even in a highly industrialized country, of course, I will show you two videos. The first one is about actually a large-scale industrial initiative, and the second one is actually a hydrogen production program. And these programs actually combined together contribute to the circularity effort or neutrality efforts in the region. അപ്പോൾ അത് നമുക്ക് അതെങ്ങനെയാണ് ഒരു ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് സെറ്റിംഗിൽ ഇത്തരം പ്രോഗ്രാംസ് ചെയ്യുന്നത്. അപ്പം ഗ്രോണിങ്ങിൽ ആണ് എൻ്റെ ചെയർ പ്രൊഫസർഷിപ്പ്. സോ ഐ എം ആക്ച്വലി ഇൻവോൾവ് ഇൻ മെനി ഓഫ് ദീസ് ആക്ടിവിറ്റീസ്, നോട്ട് ഓൾ directly or indirectly. So then let's see what's possible. Of course, വയനാട്ടിൽ ചെയ്യുന്ന സൊല്യൂഷൻസ് ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ കൊച്ചിയിൽ ഭാവിയിൽ കാർബൺ ന്യൂട്രാലിറ്റി നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് സെറ്റിംഗിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ പ്ലീസ് ഷോ ദ വീഡിയോ, ദ ഫസ്റ്റ് വീഡിയോ. In 2050, we want to be energy neutral in compliance with the Paris Agreement. Video കാണുന്നില്ലല്ലോ. Emissions. The chemical industry plays a major part in this. Video കാണുന്നില്ലല്ലോ. Based on fossil fuels like oil and gas. In the northern Netherlands, at Chemport Europe, we're working on an alternative.
deriving all our chemical processes. വീഡിയോ കാണുന്നില്ല? ഇല്ല. ഒരു സ്ക്രീൻ ഷെയർ മോഡിൽ നോക്കിയാൽ ചിലപ്പോൾ കാണുമായിരിക്കും. In 2050, we want to be energy neutral in compliance with the Paris Agreement. This means zero CO2 emissions. The chemical industry plays a major part in this. At the moment, this industry is based on fossil fuels like oil and gas. In the northern Netherlands, at Chemport Europe, we're working on an alternative, deriving all our chemical processes from natural instead of fossil sources. This all starts with a source available in abundance in this region, biomass. Woody biomass can be refined. In a biorefinery process, valuable chemicals like sugars are derived. These sugars are used as a starting material for the production of bioplastics. Chemport Europe's ever-growing wind and solar capacity provides us with an exceptional opportunity. When there's a surplus of energy, we can transform electricity into chemistry with a principle called power to gas. Fundamental to a power to gas installation is water. By adding electricity, we engage in a process called electrolysis. In this way, we can create two types of gas, hydrogen and oxygen. Hydrogen finds its way to the chemical industry, where it is a widely used chemical feedstock, and it can also be used in mobility. The oxygen can be used in the chemical industry and is an important ingredient during the next step of the value chain, gasification. Again, biomass is the basis. With 1.15 million hectares of farmland, we have huge amounts of biomass residue from agriculture. In the case of wheat, only 20% is grain and 80% is non-edible. Together with herbaceous biomass, such as grasses, this provides for plenty of feedstock. Through an ingenious and innovative process called torrefaction, this biomass is converted into biocoal, where it takes nature millions of years to form fossil coal. We can torrefy green biomass into biocoal in a matter of hours. Feeding the biocoal into the actual gasification process, enriched by lignin, which is a byproduct from the biorefinery process, we obtain a rich biogas called syngas. Syngas is where it all starts. It is a mixture of hydrogen, carbon monoxide, and carbon dioxide, and it forms the basis of thousands of chemical applications. With the addition of hydrogen from power to gas, the syngas becomes even richer. Syngas is the feedstock for methanol and other smaller molecules like acetic acid. Methanol can be converted into ethylene, propylene, and butylene. These form the basic feedstock for most chemicals that are all presently derived from oil. These chemicals enable the manufacturing of toothpastes, adhesives, paints, and foam rubber that we use in our cars and homes. Syngas is the green alternative for fossils, and through our dedicated chain at Chemport Europe, we are on track to provide this at a similar cost. It can be converted into bio-LNG, fueling trucks, freight vessels, and ferries. There is a reason why syngas is so cost-effective. That reason is called char. This byproduct from gasification is a very pure form of carbon that is in high demand for large projects such as soil improvement, water purification, and exhaust gas cleaning. Our dream is becoming reality. Green chemistry. We have everything it takes right here in the region, and we are building it. Join us to change the nature of chemistry. Okay, so let's go back. So
this is a part of the changes in taking place in North Netherlands. So one part is bringing in largely into the industry, but additionally, it's a natural gas producing region, so it's also a natural gas consuming region, and a lot of this natural gas or other fossil fuel based systems, okay, hydrogen-like മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. So hydrogen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബേൺ ചെയ്താൽ അല്ല നമ്മളൊരു ഫ്യൂവൽ സെൽ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാട്ടർ വേപ്പർ മാത്രമാണ്. അപ്പോൾ വാട്ടർ വേപ്പർ അപ്പോൾ സോ ഇറ്റ്സ് അതൊരു ക്ലീൻ സിസ്റ്റമാണ്. അപ്പോൾ ഹൈഡ്രജൻ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ വിൻഡ് പവർ നോർത്ത് സീയിൽ ധാരാളം ഓഫ് ഷോർ വിൻഡ് പവർ പ്രൊഡക്ഷനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുക. നമ്മൾ കണ്ടല്ലോ ആ ഹൈഡ്രജനും ഓക്സിജനും എങ്ങനെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാൻ ഓൾറെഡി പ്ലാനുകളുണ്ട്. പക്ഷെ അതുകൂടാതെ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക. അതേപോലെ അവിടെയുള്ള നാച്ചുറൽ ഗ്യാസ് പൈപ്പ് നെറ്റ്വർക്ക്സ് ഇപ്പോൾ ഓൾറെഡി ഉള്ള പൈപ്പ് നെറ്റ്വർക്ക്, കാരണം യൂറോപ്പിലെ നാച്ചുറൽ ഗ്യാസ് ലാർജസ്റ്റ് ഫീൽഡാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആ നെറ്റ്വർക്ക് മോഡിഫൈ ചെയ്തിട്ട് അതിൽ കൂടി യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഹൈഡ്രജൻ എത്തിക്കാവുന്ന ഒരു ലാർജ് സ്കെയിൽ എനർജി ട്രാൻസിഷൻ എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി പ്രോബ്ലി സ്റ്റാർട്ടിംഗ് ടു ടേക്ക് പ്ലേസ്. അതും ആണ് ഗ്രോണിങ്ങിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോയും കൂടി കാണാം. സോ നമ്മൾ ആദ്യം കണ്ട ന്യൂട്രാലിറ്റി എഫേർട്ടിന്റെ ഒരു പാർട്ടാണ് ഒരു മേജർ എനർജി ട്രാൻസിഷൻ എഫേർട്ട്. സോ അതൊരു ഷോർട്ട് വീഡിയോ, 2 മിനിറ്റുള്ള ഒരു വീഡിയോ ഇല്ല. നമുക്കത് അപ്പൊ എഗെയിൻ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റിംഗ് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. As we proceed towards a climate neutral 2050, we are reaching the point where we put theory into practice, especially when it comes to hydrogen. So far, European efforts concerning hydrogen have been individual initiatives for the most part. The time has come for an integrated approach, to gather our best ideas and put them to work in an actual region. The European Union has identified the Northern Netherlands as Hydrogen Valley. That's not surprising. In one ride, you'll find everything you need for a green, hydrogen-based economy. Sustainable energy sources, generation, storage, transport, as well as applications in industry and our day-to-day environment. This time, the project partners are not researchers, they are makers. They will make the hydrogen economy flow. To achieve this, the project comprises of 4 clusters and will be realized by the end of 2025. With the region's green power converted to hydrogen, we will be working on storage and infrastructure, making hydrogen a raw material for our industry, turning hydrogen into heat and power for residential areas, and it will give us mobility, green mobility. This sectoral integration is rarely seen. We are doing it right in this valley. We are progressing on some 30 sub-projects we have prepared over the past 2 years, hand in hand with public and private parties. We're working hard to set an example for Europe to follow. Hydrogen Valley. Okay, so let's go back again. Okay, so next slide, maybe next slide, please. Okay, so well, anyway, I'm very happy that I got an opportunity to work as a professor at the University of Groningen, where all these changes are taking place. So, a large scale industry change, and then a large scale energy transition with becoming one of the most important regions for hydrogen transition.
and the first official hydrogen valley of Europe. അപ്പം അവിടെയും ഈ പറഞ്ഞ മാതിരി ക്ലൈമറ്റ് ന്യൂട്രാലിറ്റി എഫേർട്സ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. So we also know that Kerala is also taking it up seriously, especially with carbon neutral Wayanad program and similar programs planned in many places in Kerala. And what we see is that there are different approaches possible, highly industrialized high-tech solutions. ചില കേസുകളിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഒരു പക്ഷേ ഹൈടെക് ആയിട്ടുള്ള സൊല്യൂഷൻസിനൊക്കെ സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ we only have maybe ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഫ്രീക്വൻസി ഓഫ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് അങ്ങനെ കൂടില്ല എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാൻകൈൻഡിന് സർവൈവ് ചെയ്യാൻ ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. ആ ബാക്കപ്പ് പ്ലാൻ ഇറ്റ്സ് ഗോയിങ് ടു ബി നോളജ് ബേസ്ഡ്. അപ്പം അത് നമുക്ക് 10 to 20 yearsനുള്ളിൽ അത്രമാത്രം knowledge develop ചെയ്യണമെന്നുണ്ടെങ്കിൽ global partnerships are important, contributions from all the communities. അപ്പോൾ ഗ്രോണിങ്ങിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വലിയ ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു ട്രിപ്പിൾ ഹെലിക്സ് കൺസോർഷ്യം. ട്രിപ്പിൾ ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാൻഡ് അക്കാഡമിയ, ഒരു സ്ട്രാൻഡ് ഗവൺമെന്റ്, ഒരു സ്ട്രാൻഡ് ഇൻഡസ്ട്രി, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിന് ന്യൂ എനർജി കോalition എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെയൊക്കെ കാര്യത്തിലും ഗ്രോണിങ്ങിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഗ്ലോബൽ പാർട്ണർഷിപ്പ് കൊണ്ടുനോക്കി നമുക്ക് ഇത്തരം സൊല്യൂഷൻസ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റുഡൻസിന് there will be employment opportunities, there will be startup opportunities. അപ്പം ഇത്തരമുള്ള അവസരങ്ങളൊക്കെ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. So keep your eyes open as and when you see opportunities, grab them, and I'm sure that you will find interesting opportunities many places. So that's all from my side. Thank you so much. And it took probably a couple of minutes more. Sorry for that. And if you have questions, and if there is time, I'll be happy to answer. Or you can actually mail me or contact me later. Yeah. There was one question, like, what are the prospects of Kerala becoming carbon neutral? Well, quite interesting. Keralathilum, it's not difficult and it's not easy either. So we will probably large-scale farm forestry. Kerala is an ideal place. So afforestation and farm forestry is quite interesting in Kerala. It needs all also technology support. Monitoring mobile phone-based solutions. We are also looking at drone-based solutions. We are also looking at satellite-based solutions, even launching small nano satellites for such applications. Other side, so farm forestry, afforestation, that's relatively easier in Kerala. Kerala is actually trying to be the hydrogen hub of India. So we actually have a group of quite senior PSU CEOs and senior administrative officers from Government of India, secretaries, and Kerala, Government of Kerala secretaries, etc. And Kerala is actually planning to launch 50 buses next year, and no, this year, 2021, hydrogen buses. അങ്ങനെയൊക്കെയുള്ള എഫേർട്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ടോട്ടൽ പിക്ചർ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഒരു പക്ഷേ ഉണ്ടാവാം. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റാർട്ട് തിങ്കിങ്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ കേരളത്തിൽ ഒരു 2000 മെഗാവാട്ടോളം ഇപ്പം ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. In many cases, it's actually it's an income generating effort. പല സ്ഥലത്തും കൊമേഴ്സ്യൽ താരിഫിൽ ഇലക്ട്രിസിറ്റിക്ക് പേ ചെയ്യുന്നവർക്ക്, so maybe it's actually economically a far better solution. So അങ്ങനെയുള്ള solutions ഉണ്ട്. We need to identify. We need to build the knowledge required, and industry, government, and academia should work together. If that happens, I don't think it's very difficult for Kerala to achieve carbon neutrality. But we need to reach there. Okay. Where question, sir? Afforestation basically on negative emission technologies. There is something called as this Miyawaki project on afforestation. How this Miyawaki project has helped this afforestation? Okay, Miyawaki forest എന്ന് പറയുന്നത്, okay, I'm not a biologist, but anyway, ഈ നെഗറ്റീവ് എമിഷൻ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകിച്ചും അക്കാഡമിക് എഫേർട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bringing biological scientists and engineers together. ഇതിനെപ്പറ്റി അങ്ങനെ വേണമെന്ന് ഞാൻ മാത്രമല്ല പറയുന്നത്. 2000 I just have shown a slide with എന്താണ് നേച്ചറിന്റെ എഡിറ്റോറിയൽ 2018 കാണിച്ചു. പക്ഷെ അതിനുശേഷം 2018 തന്നെ മെയ്യിൽ
ഒരു ജോയിന്റ് പേപ്പർ, പൊസിഷൻ പേപ്പർ MITയും സ്റ്റാൻഫോർഡും അവിടെയുള്ള 2 സീനിയർ പ്രൊഫസേഴ്സ്, PhD സ്റ്റുഡൻസ് ഒന്നല്ല, 2 സീനിയർ പ്രൊഫസേഴ്സ് ഒരുമിച്ച് ഒരു പൊസിഷൻ പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. ജൂൾ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ജേണൽ, ഇമ്പാക്ട് ഫാക്ടർ 25 മുകളിലുള്ള ജേണലാണ്. അതിൽ അവര് ഹൗ ടു അച്ചീവ് നെഗറ്റീവ് എമിഷൻസ് എന്താണ് ഗിഗാടൺ സ്കെയിലിൽ. അപ്പൊ അതിൽ അവർ പറഞ്ഞത് ബയോളജിക്കൽ സയൻസസ് എഞ്ചിനീയറിംഗ് സയൻസോട് കമ്പൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം സോ എഞ്ചിനീയേഴ്സ് ബയോളജിസ്റ്റുമായിട്ടൊക്കെ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കേട്ടറിഞ്ഞുള്ള കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്ന വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റേഷൻ മെത്തേഡാണ്. പലതരം ചെടികൾ മിക്സപ്പ് ചെയ്തിട്ട് അത് ഇപ്പോ അത് പെട്ടെന്ന് മരങ്ങളോ വളരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതൊരു ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് അപ്രോച്ച്. So that alone is not going to be probably a solution, but it's an important approach. Okay, thank you. Any other questions? Any other questions from here? Kindly post your questions. If you have any questions, we'll take it now. I think we don't have any further questions. Okay, so that's Santhosh sir, back to you. So thanks once again, Dr. Aravind. It was very interesting a session. കേരളത്തിലും glad to know that കേരളത്തിലും അതിൻ്റെതായ രീതിയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. I think this is the kind of initiative that needs to be there for the future of this world. I think this is perhaps a contribution to the future generations of the world than just for ourselves. So that way, kudos to you and all the scientific community that is working behind this. ഈ ചെറിയ ഒരു സെഷനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഈ തരത്തിലുള്ള മേഖലകളിലോട്ട് തിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം കൂടുതൽ ആസ് ഡോക്ടർ അരവിന്ദ് സെഡ്, ICT Academy ആണെങ്കിലും KEDISC ആണെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ, ഫർദർ ഗൈഡൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ഈ മേഖലയിൽ I am sure that Dr. Aravind will be very happy to help you out. So with that, thank you once again for sparing your valuable time, and thank you all participants for joining us today. So we will come back with perhaps another interesting session as we had today next week. Thank you so much. Thank you very much. Bye bye. Bye. Then you can stop the meeting. Thank you, Manu sir.